ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോക്ക് പോകണമെന്ന് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ വിഷയം, നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ടെക്കിയാണ്. അതായത് പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടുള്ള സഞ്ജു ടെക്കിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സഞ്ജു ടെക്കി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പറയേണ്ടത് ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം സഞ്ജു ടെക്കി എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് ഒരു സ്വിമ്മിംഗ് പൂള് കാറിൽ ക്രിയേറ്റ് ചെയ്തു. അതായത് ആവേശം എന്ന് പറയുന്ന സിനിമയുടെ അതിൽ അംബാൻ ചെയ്ത ആ ഒരു പരിപാടി സഞ്ജു ടെക്കി റീക്രിയേറ്റ് ചെയ്തു സ്വന്തം കാറിൽ. അവിടുന്ന് കാറിൻ്റെ എയർ ബാഗ് പൊട്ടി വെള്ളം മൊത്തം ലീക്കാക്കി അവർ പുറത്ത് കളഞ്ഞു. ആകെ മൊത്തത്തിൽ കഥാകുവായി. അത് പബ്ലിക് റോഡിൽ വെച്ച് ചെയ്തു. അത് MVD പൊക്കിയതിന് ശേഷമുള്ള കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതായത് MVD പൊക്കിയതിന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു? വണ്ടിയിൽ നിന്ന് ഇറങ്ങണതും ഇദ്ദേഹം ഭയങ്കര പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് എന്ന് മലയാളത്തിൽ 3 സ്റ്റാറുകളേ ഉള്ളൂ. 1 സഞ്ജു ടെക്കി, 2 ദുൽഖർ സൽമാൻ, 3 പൃഥ്വിരാജ്, ഇങ്ങനെ 3 ആളുകളെ ഉള്ളൂ എന്നും പറഞ്ഞു കണ്ട് ഇദ്ദേഹം ഒരു വീഡിയോ മാസ് BGM-ഉം എന്നൊക്കെ പറഞ്ഞിട്ട് BGM കറക്കിക്കാണ്ട് ഇയാൾ എന്തോ വലിയ തേങ്ങ കാട്ടിക്കൂട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. പിന്നെ അതുപോലെ തന്നെ വിജയ മച്ചാനും ഈ നമ്മുടെ സഞ്ജു ടെക്കിയും തമ്മിലുള്ള ഓരോ അരസലും, ഈ 2 കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സഞ്ജു ടെക്കിയുടെ മാസ് ഇൻട്രോ. അതായത് ഇത് സിനിമ വെല്ലുന്ന ഇൻട്രോ ആണ്. സഞ്ജു ടെക്കിൻ്റെ സിനിമയിൽ വെല്ലുന്ന ഇൻട്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കും കിട്ടിയിട്ടാണ്. എവിടുക്കാ പോണത്? MVD പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. ലൈസൻസ് റദ്ദാക്കി, ഈ കാര്യങ്ങളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. ഇയാൾ പോണത് കൊടുക്കാം. ഇത് ഇങ്ങനത്തെ ഇൻഫ്ലുവൻസറൊക്കെ കേരളത്തിലല്ല പുറത്തും വേണം. നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ എല്ലായിടത്തും പാനിൽ റീച്ച് എത്തിയാലും മടിയില്ല എന്നുള്ള ആൾക്കാണ്. അപ്പോൾ എന്ത് ചെയ്താലും നമ്മൾ ഇയാളെ ആണ് ഇനിയിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് സഞ്ജു ടെക്കിൻ്റെ ഇൻട്രോ ആണ്. അതായത് ദുൽഖർ സൽമാന് കിട്ടിയിട്ടുണ്ട് ഇൻട്രോ, പൃഥ്വിരാജിന് കിട്ടിയിട്ടുണ്ട്, പിന്നെ അതിന് ശേഷം കിട്ടിയിരിക്കുന്ന ആർക്കാണ്? സഞ്ജു ടെക്കിക്ക്. അപ്പോൾ ആ ഇൻട്രോ നിങ്ങൾ കണ്ടിട്ട് വരും. Bloody sweet. അപ്പോൾ ആ ഇൻട്രോ നിങ്ങൾ കണ്ടല്ലോ. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? അതായത് ഒരാൾ MVDൻ്റെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകണേ. അവിടെ ഒരു മാനേഴ്സ് കാര്യങ്ങളുണ്ട്. നമുക്ക് അത് എത്ര വലിയ വ്ളോഗർ ആണെങ്കിലും എത്ര ഇതാണെങ്കിലും ആൾ പറയുന്നുണ്ടായില്ല, ഞാൻ എന്താണ് അവരെ ബഹുമാനിക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ പറയുന്നത് തന്നെ. പക്ഷെ അവിടെ ചെയ്യേണ്ടത് ഈ ഇൻട്രോ കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ട് എന്താണ് ഏഷ്യാനെറ്റിൻ്റെ ഇത് മറ്റേ തമിഴ്നാട്ടിൽ വന്ന്, ഗൾഫിൽ വന്ന്, ദുബായിൽ വന്ന്, ഇത്രയും കാലം എനിക്ക് എൻ്റെ യൂട്യൂബ് കരിയറിലുള്ള ഏറ്റവും വലിയ റീച്ചാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്തോ വലിയ തേങ്ങ കണ്ടുപിടിച്ച മാതിരിയാണ്. മറ്റേ അർജന്റീനക്ക് വേൾഡ് കപ്പ് കിട്ടിയ പോലും ഉണ്ടാവില്ല എത്ര ഇപ്പോഴുള്ള അഹങ്കാരം ആകുമ്പോൾ. അപ്പോൾ ഇയാൾ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമോ, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു ഇൻഫ്ലുവൻസറാണ്, മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നിങ്ങളിത് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബോധമോ കോമൺ സെൻസോ ഇല്ലാത്തൊരു ആളായി പോയി എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നിയത്. പിന്നെ ഇനി നമുക്ക് കേൾപ്പിച്ചു തരാൻ പോകുന്നത് ഈ വിജയ മച്ചാനെ കുറിച്ച്. അതായത് വിജയ മച്ചാനും ഇപ്പോൾ സഞ്ജു ടെക്കിൻ്റെ ലവറായിട്ടുള്ള ഒരാളും തമ്മിൽ കുറച്ച് മുമ്പ് 2-3 വീഡിയോസുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് സഞ്ജു ടെക്കി ഇതേ വീഡിയോ തന്നെ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. അവനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ പോലീസ് അതിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മറുപടിയായിട്ട് നമ്മുടെ വിജയ മച്ചാൻ വന്നിട്ടുണ്ട്. ഞാൻ അത് അന്ന് പ്രതികരിക്കാതിരുന്നത് ഈ ഭാഗം കേൾക്കണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ 2 ഭാഗവും കേട്ടതിന് മാത്രമേ ഞാൻ വീഡിയോ ഇടാറുള്ളൂ. അപ്പോൾ എന്നിരുന്നാൽ പോലും നമ്മൾ ആ വിഷയം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2നും കൂടി സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഇട്ട് സഞ്ജു ടെക്കിനെ വെറുതെ വിറ്റ് നമ്മൾ തന്നെ കാശുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തിരുന്നാലും ഞാൻ എന്താണ് ആ 2 വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ വിജയ മച്ചാൻ പറയുന്ന കുറച്ച് ക്ലിപ്പുകളുണ്ട്, അതുപോലെ തന്നെ സഞ്ജു ടെക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പരാമർശവും. അപ്പോൾ ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് സഞ്ജു ടെക്കി പറഞ്ഞിട്ടുള്ള പരാമർശമാണ്. ആ പരാമർശം കേട്ടതിന് ശേഷം നമുക്ക് വിജയ മച്ചാൻ്റെ പരാമർശം കേൾക്കാം. അപ്പോൾ നേരെ എന്ത് ചെയ്യാ, ആദ്യം സഞ്ജു ടെക്കിന്റെ പരാമർശം കേട്ടിട്ട്. എടാ ഇത് സിമ്പിളാ, ഞാൻ പറയട്ടെ. ഒന്നില്ല എന്തായാലും പറഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന സംഭവം. പ്രത്യേകിച്ച് പെമ്പിളാര് ശല്യപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ
ഒരു കുഴപ്പമില്ല. ഇപ്പൊ ലീഗിൽ നമ്മൾ മൂവ് ചെയ്യണം, കേസ് കൊടുത്തു വെച്ചാൽ മതി. ഇപ്പൊ ഒരു റിയൽ ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ എന്റെ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ, അവളുടെ പുറകെ ഒരു കാട്ടുകോഴി കിടപ്പുണ്ട്. അത് നിനക്കൊക്കെ അറിയായിരിക്കും, യൂട്യൂബില് വീഡിയോസ് ഒക്കെ ഇട്ട് നടക്കണയാണ്. ഏത് എന്നെ കണ്ടാലും പുറകെ ഓടിപ്പോയി എന്റെ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് എടാ വൻ കാട്ടുകോഴി. എങ്ങനെ കോഴിത്തരം ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ PhD എടുത്തവന്. അപ്പൊ അവൻ ഇവളുടെ പുറകെ ആദ്യം ഇവൻ ഫ്രണ്ടായിട്ടൊക്കെ ഇവളുടെ കൂട്ടത്തിൽ നിന്ന് അത് കഴിഞ്ഞ് ഇവൾ പ്രപ്പോസ് ചെയ്ത് അപ്പൊ ശരിയാത്തില്ലെന്ന് പറഞ്ഞ് അതിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. ആദ്യപ്പോ അവള് പറഞ്ഞ് ശരി ഇവന്റെ ഇന്റൻഷൻ ഇങ്ങനെയാണെന്ന് പിന്നീട് അറിഞ്ഞ. അപ്പൊ അവള് പറഞ്ഞ് അത് കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ അർദ്ധരാത്രിക്ക് ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നു. അങ്ങനെ വേണ്ട അപ്പൊ എന്ത് ചെയ്യുന്ന നൈസായിട്ട് അവള് പോയി കേസ് കൊടുത്ത് അവള് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് അവൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം അവിടെ സ്റ്റേഷനിൽ വന്നിട്ട് മറ്റേ പെട്ടാങ്കി അടിച്ച് കരഞ്ഞ് കാല് പിടിക്കുമായിരുന്നു ഇങ്ങനെയുള്ളവനൊക്കെ. എന്ന് പറഞ്ഞാൽ പെമ്പിളാരെയൊക്കെ ശല്യപ്പെടുത്തണം. കാര്യം പറയാം, ഗേൾസ് നിങ്ങൾ ആരെങ്കിലും ശല്യപ്പെടുത്തുവാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമില്ലാണ്ട് ആരെങ്കിലും നിങ്ങളെ ഫോട്ടോസോ വീഡിയോസോ വെക്കുവാണ് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുവാണ്, അതുപോലെ തന്നെ നിങ്ങളെ ശല്യപ്പെടുത്തുവാണ്, ഏതെങ്കിലും രീതിക്ക് നിങ്ങളുടെ ഇഷ്ടമില്ലായ്മ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, പോയി കേസ് കൊടുത്താണ്. ഇവനെ പോലുള്ളവരൊക്കെ പോയി കേസ് കൊടുത്തു വെച്ചാൽ മതി. അതിനുള്ള നല്ല ഒരു ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കേട്ടല്ലോ, ഇത് കേട്ടപ്പോൾ സഞ്ജുട്ടേക്ക് പറയുന്നുണ്ട് അവൾ കേസ് കൊടുത്തിട്ടുണ്ട്, ഇപ്പം അവൻ കേസിലാണ്, വീഡിയോ ഇടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, അവൻ പേടിച്ച് വറച്ചു പോയി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ പിടിച്ച് ഒരു യൂട്യൂബർ ആയിട്ടുള്ള നമ്മളെ ഇസ്മി ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അദ്ദേഹം ഈ വീഡിയോന് ചുക്കാൻ പിടിച്ച് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തിരുന്നാൽ പോലും ഇതിനൊക്കെ മറുപടിയായിട്ട് VJ മച്ചാൻ പുറത്ത് വന്നിട്ടുണ്ട്. VJ മച്ചാൻ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ആ VJ മച്ചാൻ പറയുന്നത് കൂടി കേട്ടിട്ട് ബാക്കിയുള്ള ഫൈനൽ ഔട്ടിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അദ്ദേഹം പറഞ്ഞ 2 വീഡിയോ ഉണ്ട്, അതിന് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾ കൽപ്പിച്ചാൽ ബാക്കിയുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ എവിടെയൊക്കെ പോയി ഞങ്ങൾ കാണും. ഓക്കെ. അപ്പോൾ മച്ചാ ദേ എൻ്റെ പേരിലൊരു കോഴി എന്നുള്ളൊരു ഇതൊക്കെ വന്നില്ലേ, ആ കോഴി ഞാൻ തന്നെയാണ്. കേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. എൻ്റെയും അവളുടെയും കുറച്ച് വീഡിയോസ് എൻ്റെ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്നോട് ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറയും പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. എന്നെ കോൾ ചെയ്തു ഒരു ദിവസം രാവിലെ. ഞാൻ അങ്ങോട്ട് വിളിക്കത്തൊന്നുമില്ല, കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാനായിട്ട് ഉപേക്ഷിച്ചതാണ്. ഞാനാണ് ആ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തത്. അപ്പം ആ ഒരു പേരിലാണ് ഈ ഒരു ഇഷ്യൂസ് എല്ലാം ഉണ്ടായത്. പിന്നെ അവിടെ കിടന്ന് കാല് വിറച്ചതും കൈ വിറച്ചതും ആരുടെയാണെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. കാരണം ഇനിയിപ്പോൾ അവർക്ക് അതിൻ്റെ തെളിവാണ് വേണ്ടതെങ്കിൽ ആ പറഞ്ഞ SI, അതായത് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന SI സാറുണ്ട്, ആ സാറ് തന്നെ വേണമെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. പിന്നെ കർമ്മ എന്ന് പറയുന്ന സാധനമല്ല, ഞാനിപ്പോൾ ലേറ്റ് ആയെന്ന് വെച്ചാൽ എനിക്കറിയാം കിട്ടുമെന്ന് എനിക്കറിയാം. ഈ ബൂമറാങ് പോലാണ് പെട്ടെന്ന് തിരിച്ചറിയും, ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും MVDക്ക് താങ്ക്സ്. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. നമ്മുടെ കൂടെ കുറേ നാൾ നമ്മൾ നല്ല ഫ്രണ്ട്സായിട്ട് നടന്നു, പിന്നീട് അതെനിക്ക് വേണ്ടാന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ കമ്പനിയൊന്നും വിട്ടേ. പിന്നെ ഈ അടുത്ത സമയത്ത് വേറൊരു പെൺകുട്ടി എൻ്റെ കൈക്ക് പിടിച്ചിട്ട് വേറൊരുത്തൻ കാറേ വരുവാണ്, അവനൊരു ടാറ്റയെ കൊടുത്തപ്പം പൊട്ടി, നല്ല രീതിക്ക് പൊട്ടി, മനസ്സിലായില്ല. പിന്നെ ഞാൻ ഒരു 1000 എണ്ണം അടിച്ച് അണ്ണാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ ഒരെണ്ണം തരണമെന്ന് വെച്ചിട്ടാണ്. പക്ഷേ നിങ്ങൾക്കറിയാം കണ്ടന്റിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും കാണിക്കുന്ന, തെമ്മാടിത്തരം എന്നല്ല പറയണ്ടേ, എന്നാലും ഞാൻ തെമ്മാടിത്തരം കാണിക്കുന്ന ലവൻ ഇങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞ സ്വാഭാവികം. പിന്നെ അത് ഏറ്റുപിടിക്കാൻ വേറെ ഒരു ലവൻ വേറെ ആരും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇട്ടെന്ന്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലോട്ട് വരാം. അതായത് ഫസ്റ്റായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സഞ്ജു ടെക്കിൻ്റെ ആദ്യത്തെ വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ ഫസ്റ്റായിട്ട് ടോപ്പിക് എടുത്തത് സഞ്ജു ടെക്കി ഈ മറ്റേ ബാസ് VGM കയറ്റി മാസും മറ്റേ താസും തീസും എന്നൊക്കെ കയറ്റിയിട്ട് മറ്റേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത് എനിക്ക് പറയാനുള്ളത് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലക്ക്, അതായത് ഞാനിപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം ഒരു ചാനലിന് അല്ലെങ്കിൽ ജനങ്ങൾ മൊത്തം ഇരുന്ന് കാണുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ സഞ്ജു ടെക്കി എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം വ്ളോഗറാണ്. അപ്പോൾ അങ്ങനത്തെ വ്ളോഗർമാരാകുമ്പോൾ അവരെ പല കാര്യങ്ങളും പുറത്താണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ഇവർ പരമാവധി സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു വണ്ടിയിൽ വന്ന് എന്താണ് ഇത് ചെയ്ത് അത് പബ്ലിക് റോഡിലോട്ട് ഇറങ്ങാം. ഇപ്പോൾ അതിൽ തന്നെ സഞ്ജു ടെക്കി തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ബോധവാനായിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടന്റിൻ്റെ കുത്തിക്കിടപ്പ് എന്നൊക്കെ ഇതിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഇദ്ദേഹം ഈ എന്താണ് കാറിനകത്ത് സ്വിമ്മിംഗ് പൂള് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കിടന്ന് ഈ വണ്ടി പൊട്ടി, ഇത് മെയിൻ റോഡിൽ കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് ഒരിക്കലും മെയിൻ റോഡിലോട്ട് പോകാൻ പാടില്ല. അതായത് നമ്മുടെ വലിയ വലിയ വാഹനങ്ങൾ വരുന്ന സമയത്തും അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ തിരക്കിടുന്ന സ്ഥലങ്ങളിലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. അത് ഇദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ടിലിട്ട് റൗണ്ട് കളിപ്പിക്കാം.
അതൊക്കെ ചെയ്യാമായിരുന്നല്ലോ. പക്ഷേ ഇദ്ദേഹം ചെയ്ത് ഈ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവിടെ നിന്നിട്ട് ഇത് ഭയങ്കര ഷോ ഓഫ് കാണിക്കുകയും ചെയ്യുമ്പോൾ ഒരു ലൈഫ് ടൈം ബ്ലോഗറും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ഒരാളിൽ നിന്നും ഇത് പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ എൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ ഇപ്പം ഇതിനോട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, പിന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാസി BGM കയറ്റി വീണ്ടും അത് ജനങ്ങളിലോട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. MVD ചെയ്തത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്ത കാര്യം വളരെ എത്തണം. അവർക്ക് ഈ കാര്യത്തിൽ ഞാൻ ബിഗ് സല്യൂട്ടാണ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിയമങ്ങളാണ് അവർ പാലിക്കേണ്ടത്. അത് ഏത് ഇൻഫ്ലുവൻസറായി തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തോട്ട് പോകുന്നത്. നാളെ ഇത് കണ്ടിട്ട് വേറൊരുത്തം വണ്ടിയിൽ സ്വിമ്മിംഗ് പൂളും കെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളതിന് ഉത്തരമായിട്ടാണ് MVD കൊടുത്തത്. ഇപ്പം ഇദ്ദേഹം ഈ MVD ആരും പൊക്കിയില്ല. കേരള ജനങ്ങൾ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നാളെ ഇതുപോലെ അടുത്ത ഇൻഫ്ലുവൻസർ, ചെറിയ ഇൻഫ്ലുവൻസർ, എന്നെ പോലത്തെ കുറഞ്ഞ ആളുകൾ പോലും ഈ വണ്ടിയിൽ വള്ളമാക്കിക്കാണ്ട് ഇറങ്ങും ഇൻഫ്ലുവൻസർ ആയിക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു പ്രശ്നം അവിടെ. പിന്നെ രണ്ടാമത്തെ വിഷയം വിജയ മച്ചാൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലവർ ഇപ്പം സഞ്ജു ടെക്കിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള നിലവിലെ ഗേൾ ഫ്രണ്ട്. അപ്പോൾ ആ വിജയ മച്ചാൻ്റെ കൂടെ 2-3 വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിജയ മച്ചാൻ ആരാന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യം പറഞ്ഞാൽ മച്ചാ അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന ഒരുത്തുണ്ട്. അപ്പോൾ ആ പൊട്ടക്കണ്ണൻ അപ്പോൾ അവന് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അടുത്തൊക്കെ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൈറലായിട്ട് ട്രെൻഡായി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പോരാത്തതിന് ഇപ്പം എങ്ങനെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ടെക്കിൻ്റെ എക്സ് വിജയ മച്ചാൻ്റെ ലവറും വിജയ മച്ചാൻ്റെ എക്സ് സഞ്ജു ടെക്കിൻ്റെ ലവറും അങ്ങനെയാണ്. അപ്പോൾ ഇവർ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ്. സംഭവം എന്തായിരുന്നാൽ പോലും ഇതിലൊന്നും ഒരു കയമ്പില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതായത് ഇവർ രണ്ടാരും അങ്ങോട്ടും ഇവിടെ എന്തൊക്കെ കേസ് കൊടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ നീതു ബേബിൻ്റെ കൂടെ നടക്കണം, മറ്റോనికి പറ്റണില്ല, മറ്റോనికి ഈ പെണ്ണിൻ്റെ കൂടെ നടക്കുന്നത് ഇവർക്കും പറ്റണില്ല. അപ്പോൾ ഇതാണ് ഇതിലുള്ളൊരു കാര്യം. അപ്പോൾ ഇതൊന്നും വലിയ കുത്തിപ്പൊക്കി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇങ്ങനത്തെ തട്ടിയും മുട്ടിന്നൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കാണാനായിട്ടാവുന്നു, നമ്മളത് റിയാക്ട് ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും